വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ഡ്രാമയുടെ 14ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മുറിയിലേക്ക് പോകാതെ ഇവിടെ കിടന്നുറങ്ങാൻ പറഞ്ഞ റൻഷി ശിവാഞ്ചിയെ പിടിച്ചിരുന്നു. സോഫയിലേക്ക് വീണ് അവളെ അവൻ കിസ് ചെയ്യുന്നുണ്ട്. അന്ന് അവർ ഒരുമിച്ച് ഉറങ്ങുന്നു. രാവിലെ റൻഷി ആദ്യമേ ഉണർന്ന് തൊട്ടടുത്ത് കിടക്കുന്ന ശിവാഞ്ചിയെ കണ്ണെടുക്കാതെ കുറേ സമയം നോക്കി കിടക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞാണ് അവൾ ഉണർന്നത്. തന്നെ തന്നെ നോക്കി കിടക്കുന്ന റൻഷിയെ കണ്ടപ്പോൾ അവൾക്ക് നാണം തോന്നുന്നു. ഉറക്കത്തിൽ താൻ പല്ല് കടിക്കുകയോ കുറുക്കം വലിക്കുകയോ മറ്റോ ചെയ്തോ എന്നാണ് അവൾ ആദ്യം ചോദിച്ചത്. ഒന്നുമില്ല, നീ ഒരു കുഞ്ഞിനെ പോലെ ക്യൂട്ടായി ആണ് ഉറങ്ങിയത് എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഫ്രഷായ ശേഷം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ശിവാഞ്ചി വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലാഞ്ഞതിനാൽ അവൻ അവൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിപ്പിച്ചിരുന്നു. അത് കഴുകി ഉണക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഡ്രസ്സും ധരിച്ച് വന്നപ്പോഴാണ് അവൻ ഇട്ടിരിക്കുന്നത് അതിൻ്റെ സെയിം തന്നെയാണ് എന്നവൾ ശ്രദ്ധിക്കുന്നത്. കപ്പിൾസ് ടീഷർട്ടാണല്ലോ എന്നവൾ ചോദിച്ചെങ്കിലും അംഗീകരിച്ചു കൊടുക്കാനുള്ള മടി കൊണ്ട് ഇത് ജോഡിയായിട്ടാണ് കിട്ടിയത് എന്നവൻ പറയുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് ധൃതി വെച്ച് തിരികെ മടങ്ങാതെ രണ്ടുപേരും കൂടി അവിടെ ചുറ്റിക്കാണാൻ പോകുന്നുണ്ട്. ഒരു അണ്ടർഗ്രൗണ്ട് അക്വേറിയത്തിലേക്കാണ് അവർ പോയത്. കുറെ ചുറ്റി നടന്ന് കണ്ട ശേഷം ശിവാഞ്ചി ഫോട്ടോ എടുക്കാൻ റൻഷിയെ ഏൽപ്പിക്കുന്നു. പക്ഷെ അവരെടുത്ത ഫോട്ടോസ് ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ അതിന്റെ കുറ്റം പറഞ്ഞപ്പോൾ ക്യാമറയുടെ കുഴപ്പമാണ്, ഫോൺ പഴയ മോഡലാണ് എന്നൊക്കെ അവൻ എക്സ്ക്യൂസ് പറയുന്നു. അങ്ങനെയല്ല എന്ന് കാണിക്കാൻ അവൾ അവന്റെ ഫോട്ടോസ് ഭംഗിയായി എടുത്തു കൊടുക്കുന്നുണ്ട്. റൻഷി വീണ്ടും അവളുടെ ഫോട്ടോ എടുത്തെങ്കിലും അപ്പോഴും തീരെ ശരിയാകുന്നില്ല. അവൾ വീണ്ടും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഫോട്ടോ എടുത്തു തരാം എന്ന് പറഞ്ഞ് അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ വന്ന് രണ്ടുപേരെയും കൂടി ഒരുമിച്ച് നിർത്തി പോസ്റ്റ് ചെയ്യിച്ച് ഫോട്ടോ എടുത്തു കൊടുക്കുന്നത്. ട്രിപ്പ് കഴിഞ്ഞ് അവർ തിരികെ എത്തിയപ്പോഴേക്കും ശിവാഞ്ചി വണ്ടിയിൽ നിന്ന് ഉറക്കം പിടിച്ചിരുന്നു. റൻഷി അവളെ ഉണർത്താതെ കോട്ട് കൊണ്ട് പുതപ്പിച്ചിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി ചീഫ് ജിന്നിനെ ഫോൺ വിളിച്ച് ഡോങ്ഷിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞോ എന്ന് അന്വേഷിക്കുന്നു. വെഞ്ചി കാരണം അവൻ 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിലായ വിവരം അദ്ദേഹം അവനെ അറിയിക്കുന്നു. അപ്പോഴേക്കും ശിവാഞ്ചി ഉണരുന്നുണ്ട്. അവർ പെട്ടിയുമെടുത്ത് അകത്തേക്ക് പോകുന്നു. അവളെ കൊണ്ടാണ് അവൻ വീടിന്റെ ലോക്ക് തുറപ്പിച്ചത്. പാസ്വേഡ് അവളുടെ ബർത്ത്ഡേയിലേക്ക് അവൻ ചേഞ്ച് ചെയ്തിരുന്നു. അത് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് അവളോട് തന്നെ തുറക്കാൻ പറഞ്ഞത്. ശിവാഞ്ചി ശരിക്കും ഹാപ്പി ആകുന്നുണ്ട്. ആ സന്തോഷത്തോടെ രണ്ടുപേരും അകത്തേക്ക് കയറിയപ്പോഴാണ് റൻഷിയുടെ അമ്മ അകത്ത് അവരെ പ്രതീക്ഷിച്ചതോണം ഇരിക്കുന്നത് കണ്ടത്. പ്രതീക്ഷിക്കാതെ അമ്മയെ കണ്ടപ്പോൾ ശിവാഞ്ചി ശരിക്കും ഞെട്ടുന്നു. ഞങ്ങളുടെ റിലേഷനെ കുറിച്ച് അറിഞ്ഞാൽ എന്നെ ഓടിച്ചിട്ട് അടിക്കുമോ, ബ്രേക്കപ്പ് ആകാൻ പറഞ്ഞ് ക്യാഷ് തരുമോ എന്നൊക്കെ അവൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. പക്ഷെ അതുപോലെ ഒന്നും സംഭവിക്കുന്നില്ല. ഡോർ ലോക്കിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടും അമ്മ എങ്ങനെ അകത്ത് കയറിയെന്ന് റൻഷി ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ സ്പെയർ കീ ഉണ്ട് എന്നവർ ചിരിയോടെ പറയുന്നു. രണ്ടുപേരും മാച്ചിങ് ടീഷർട്ട് ധരിച്ചതിനെ കുറിച്ചും പറയാതെ ബിസിനസ് ട്രിപ്പിന് പോയതിനെ കുറിച്ചും ചോദിച്ചെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ എനിക്ക് വേണ്ടി റൻഷിയെ നോക്കിക്കോണം എന്ന് ശിവാഞ്ചിയെ പറഞ്ഞേൽപ്പിച്ചിട്ട് അമ്മ പുറത്തേക്ക് പോകുന്നു. വാതിൽ അടഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി എന്ന് പറഞ്ഞ് ശിവാഞ്ചി സാനിറ്റൈസർ അടിക്കാനായി പോകുന്നു. റൻഷി അവളുടെ അടുത്തേക്ക് ചെന്ന് ചേർന്ന് നിന്നിട്ട് പേടിച്ചത് എന്തിനാണ്, എൻ്റെ പേരൻസിനെ മീറ്റ് ചെയ്യാൻ നീ ഇതുവരെ റെഡിയായില്ലെന്ന് ചോദിക്കുന്നു. അവൻ അടുത്ത് വന്നപ്പോൾ അവളുടെ മുഖമൊക്കെ ചുവന്ന് തുടുക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ഈ കാര്യം ആരോടും പറയണ്ട, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും വാതിൽ തുറന്ന് അമ്മ അകത്തേക്ക് വന്നത്. രണ്ടുപേരും വേഗം നേരെ നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബാഗ് മറന്നുപോയി, അതെന്തായാലും നന്നായി. നിങ്ങൾ ഞാനറിയാതെ ഡേറ്റിംഗ് ചെയ്യുകയാണല്ലേ. ശിവാഞ്ചി ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് അമ്മ കുറ്റപ്പെടുത്തും പോലെ പറയുന്നു. റൻഷി പെട്ടെന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നോണം അവളുടെ മുന്നിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അമ്മ അവളെ അവൻ്റെ പുറകിൽ നിന്ന് മുന്നിലേക്ക് പിടിച്ചു നിർത്തിയിട്ട് നിങ്ങൾ എന്താണ് എന്നോട് പറയാഞ്ഞത്, നിങ്ങൾ പറയുന്നതും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഞാൻ, എനിക്കെല്ലാം അറിയാം, ഇനി ഒളിക്കാൻ നോക്കണ്ട, നീ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം എന്ന് അമ്മ സന്തോഷത്തോടെ പറയുന്നു. അമ്മ റൻഷിയുടെ സ്വഭാവത്തെക്കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങിയപ്പോഴേക്കും ബാക്കി പിന്നെ പറയാമെന്ന് പറഞ്ഞ് അവൻ അമ്മയെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പുറത്തേക്ക് നടക്കുമ്പോൾ ശിവാഞ്ചി കാരണം നിന്റെ സ്വഭാവത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ ഒരുമിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മുത്തശ്ശനോട് ഇക്കാര്യം പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്, അദ്ദേഹത്തിന് തീർച്ചയായും ഇവിടെ ഇഷ്ടപ്പെടുമെന്നൊക്കെ അമ്മ അവനോട് പറയുന്നു. അമ്മ ശിവാഞ്ചി അംഗീകരിച്ചതിൽ റൻഷിയും ഹാപ്പിയാകുന്നു. പക്ഷേ മുത്തശ്ശൻ ഇതുപോലെ എളുപ്പത്തിൽ അവളെ ഉൾക്കൊള്ളാൻ സാധ്യതയില്ല, അതുകൊണ്ട് തൽക്കാലം പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അവൻ പറയുന്നു. റൻഷി മടങ്ങിയെത്തിയപ്പോൾ അമ്മ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ശിവാഞ്ചി ആകാംക്ഷയോടെ ചോദിക്കുന്നു. നിന്നെ പുകഴ്ത്താനേ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നുള്ളൂ എന്നവൻ പറഞ്ഞപ്പോൾ അമ്മയുടെ പ്രതീക്ഷകൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ല, നമുക്ക് ഉടൻ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ലൂഷ്യാന്റെ റൂം ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അവൻ ഇവിടെ വിട്ടുപോയ ട്രീറ്റ്മെന്റ് പ്ലാൻ എനിക്ക് കിട്ടിയിരുന്നു, ഇതിലിനി ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നവൾ പറയുന്നു. റൻഷി അവൾക്ക് അരികിലേക്ക് ചെന്ന് അത് നോക്കുന്നുണ്ട്. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന മാസ്കിന്റെയും ടവലിന്റെയും ഗ്ലൗസിന്റെയും ഉപയോഗം കുറയ്ക്കുക എന്നതും കൈകൾ കൂടെ കഴുകാതിരിക്കുക എന്നതുമൊക്കെ ഇപ്പോൾ തന്നെ നടപ്പിലാക്കിയിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് ആളുകളുമായി ഇടപഴകുന്നതിലെ പ്രശ്നം പരിഹരിക്കാൻ നല്ല തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക എന്നതാണ്. അതിന് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോയാലോ എന്ന് ശിവാജി ചോദിക്കുന്നു. പാർക്കിൽ പോകുമ്പോൾ അതൊരു ഡേറ്റായി കൂട്ടിക്കൂടെ എന്ന് റൻഷി വളരെ റൊമാൻറ്റിക്കായി അവളോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയും കരുതാം എന്ന് ശിവാജി പറയുന്നു. അടുത്ത വീക്കെൻഡിൽ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാം എന്നവർ തീരുമാനിച്ചുറപ്പിക്കുന്നു. അതിനുശേഷം റൻഷി വെഞ്ചിയെ കാണാനായി പോകുന്നുണ്ട്. ഡോങ്ഷിയെ കള്ളക്കേസിൽ കുടുക്കിയത് വെഞ്ചിയാണ് എന്നറിഞ്ഞുകൊണ്ടാണ് അവൻ അവിടെ എത്തിയത്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എൻ്റെ കൂടെയുള്ളവരെ ഉപദ്രവിക്കുന്നത് ഒട്ടും ശരിയല്ല. ഡോങ്ഷി എനിക്കൊരു ഡ്രൈവർ മാത്രമല്ല, എൻ്റെ നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നെല്ലാം അവൻ വെഞ്ചിക്ക് വാണി കൊടുക്കുന്നുണ്ട്.
റൻഷി ശിവാഞ്ചിക്കൊപ്പം ട്രിപ്പിന് പോയതും അവർ തമ്മിലുള്ള അടുപ്പവുമൊക്കെ റൻഷിയുടെ മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. റൻഷിയെ നിരീക്ഷിക്കാൻ അദ്ദേഹം ആരെയും ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ അവർ ഒരുമിച്ചുള്ള ഫോട്ടോസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അത് കാണിച്ച് റൻഷിയുടെ അമ്മയോട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിവാഞ്ചി നല്ല കുട്ടിയാണ്, അവർ ഒരുമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ അമ്മ അവരുടെ റിലേഷനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. പക്ഷേ മുത്തശ്ശൻ റൻഷിയുടെ കമ്പനിയിലെ വെറുമൊരു ക്ലീനിങ് സ്റ്റാഫായ ശിവാഞ്ചി അംഗീകരിക്കാൻ തയ്യാറില്ലായിരുന്നു. റൻഷിയുടെ അമ്മയുടെയും ലവ് മാരേജ് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഈ മുത്തശ്ശൻ കാരണം അവർക്ക് ഭർത്താവുമായി ബ്രേക്കപ്പായി കമ്പനി ഏറ്റെടുക്കേണ്ടി വന്നതാണ്. റൻഷിയുടെ അച്ഛനുമായുള്ള ബന്ധം പോലെ ആയിരിക്കും റൻഷിയും ശിവാഞ്ചിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ കുറ്റപ്പെടുത്തിയപ്പോൾ എനിക്ക് ആ ബന്ധത്തിൽ ഇതുവരെ കുറ്റബോധം തോന്നിയിട്ടില്ല. അച്ഛനു വേണ്ടിയാണ് ഞാനന്ന് എൻ്റെ സന്തോഷം വേണ്ടെന്ന് വെച്ചത്. റൻഷിക്കും അത് വരാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടരുതെന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പക്ഷെ അമ്മ വിലക്കിയിട്ടും മുത്തശ്ശൻ റൻഷിയെ കാണാനായി പോകുന്നു. ശിവാഞ്ചിയും ആ സമയം അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. റൻഷിയോട് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് ശിവാഞ്ചി അകത്തേക്ക് പറഞ്ഞയച്ചിട്ട് അവളുമായുള്ള റിലേഷൻ്റെ കാര്യം പറഞ്ഞ് അദ്ദേഹം അവനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. റൻഷി പക്ഷേ അത് കേട്ടിരിക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ അദ്ദേഹത്തെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അവസാനം മുത്തശ്ശൻ വഴക്കുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. റൻഷി ആകെ വിഷമത്തിലാണ്. മുത്തശ്ശൻ ഇപ്പോഴും അവനെ ഒട്ടും അംഗീകരിക്കാൻ തയ്യാറാവാത്തതിലായിരുന്നു അവൻ്റെ വിഷമം. മുത്തശ്ശൻ പോയി കഴിഞ്ഞപ്പോൾ ശിവാഞ്ചി അവൻ്റെ അടുത്തെത്തി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം എന്ന് പറഞ്ഞ് അവൻ അകത്തെ മുറിയിലേക്ക് പോകുന്നു. അവൻ്റെ വിഷമം കണ്ട് ശിവാഞ്ചിയും ആകെ മൂഡോഫാകുന്നുണ്ട്. റൻഷി അന്ന് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഇല്ല. അവൻ വാതിൽ തുറക്കുന്നുണ്ടോ എന്ന് അവൾ ഇടയ്ക്കിടെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അച്ഛന് നല്ല സുഖമില്ല, ചേച്ചിക്ക് ലീവ് എടുത്ത് ഒന്ന് വരാൻ പറ്റുമോ, എനിക്ക് എക്സാം ഉള്ളത് കൊണ്ട് അച്ഛൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജുഞ്ചയുടെ മെസ്സേജ് അവൾക്ക് വന്നത്. റൻഷിയോട് വിവരം പറയാൻ മുറിക്ക് മുന്നിൽ വരെ പോയെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ച് തിരികെ പോയി ഒരു സ്റ്റിക്കി നോട്ടിൽ എനിക്ക് അത്യാവശ്യമായി ഒന്ന് വീട് വരെ പോകണം എന്ന് മെസ്സേജ് എഴുതി കഥകിൽ ഒട്ടിച്ചു വെച്ചിട്ട് അവൾ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ചെറുപ്പം മുതൽ മുത്തശ്ശന് തന്നോടുണ്ടായിരുന്ന അവഗണന ഇപ്പോഴും ഒരു തരി പോലും കുറഞ്ഞിട്ടില്ലല്ലോ എന്ന ചിന്ത കാരണം ആകെ അസ്വസ്ഥനായിരുന്നു റൻഷി. ശിവാഞ്ചി പോയതൊന്നും അവൻ അറിയുന്നില്ല. ശിവാഞ്ചിയുടെ അച്ഛന് സ്റ്റെയറിൽ നിറങ്ങുന്ന കൂട്ടത്തിൽ കാലും അടുത്ത് വീണ് പരിക്ക് പറ്റിയതാണ്. അവളെ അറിയിക്കരുതെന്ന് അച്ഛൻ നിർബന്ധം പറഞ്ഞിരുന്നതിലാണ് ജുഞ്ച ഇതുവരെ പറയാതിരുന്നത്. ഇപ്പോൾ അവന് കൂടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ പറഞ്ഞു പോയതാണ്. കുറച്ച് ദിവസത്തെ ലീവ് എടുത്ത് വന്നതാണ്. അച്ഛൻ്റെ കാല് സുഖമാകുന്നവരെ കൂടെ തന്നെ ഉണ്ടാകും എന്നവൾ അച്ഛനോട് പറയുന്നു. അച്ഛനും അനിയനും കൂടി വീടാകെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നത് കണ്ട് ശിവാഞ്ചി ഉടൻ തന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ജുഞ്ചയുടെ വിഷയം കാരണം ഷിയാൻ ആകെ അസ്വസ്ഥയാണ്. അവൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തതിനാൽ അവൾ ശിവാഞ്ചിയെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിയുന്നത്. അച്ഛനും ജുഞ്ചയും കൂടി വീടാകെ വൃത്തികേടാക്കി ഇട്ടിരിക്കുകയാണ്. വൃത്തിയാക്കാൻ എന്നെ വന്ന് സഹായിക്കാൻ ശിവാഞ്ചി അവളോട് പറയുന്നു. കേൾക്കേണ്ട താമസം ഷിയാൻ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ജുഞ്ചെ അവിടെ ഇല്ലാത്തതിനാൽ അവൾ കുറച്ച് നിരാശയാകുന്നു. റൻഷിക്ക് ഈ സമയം ഡോങ്ഷിയെ കാണാൻ പോകാൻ വക്കീലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചീഫ് ജിന്റെ കാൾ വരുന്നതിനാൽ അവൻ അവിടേക്ക് പോകുന്നു. ഡോങ്ഷി അവൻ്റെ മുന്നിൽ ചെന്നിരുന്നപ്പോഴും കുറ്റബോധം കാരണം തല കുടിച്ചാണ്ടിരുന്നത്. ഇനി ഒരിക്കലും ആരുമായും തല്ലുണ്ടാക്കില്ല എന്ന് വാക്ക് തന്നിട്ട് അത് പാലിക്കാൻ കഴിയാത്തതിന് അവൻ റൻഷിയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. വെഞ്ച് കാരണമാണ് നീ വഴക്കുണ്ടാക്കിയതെന്ന് ഞാൻ അറിഞ്ഞു. അതിനുള്ള സാഹചര്യം അവൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നും എനിക്കറിയാം. വാങ്ഷൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവളോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾ സത്യം പോലീസിനെ അറിയിച്ചാനല്ലോ എന്ന് റൻഷി പറഞ്ഞപ്പോൾ അവളെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമാണ് എന്നവൻ പറയുന്നു. വാങ്ഷൻ ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി അയാളെ വിലയിരുത്തുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ളത് മറച്ചു വെക്കാതെ അവളോട് തുറന്നു പറയുന്നതിൽ തെറ്റില്ല എന്ന് റൻഷി അവനെ ഉപദേശിക്കുന്നുണ്ട്. ബോസ് മുമ്പൊന്നും ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാറില്ലായിരുന്നല്ലോ. ശിവാഞ്ചി ശരിക്കും ബോസിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് ഡോങ്ഷി അപ്പോൾ പറയുന്നു. അത് ശരിയാണെന്ന് റൻഷി സമ്മതിക്കുന്നുണ്ട്. അവൾ വളരെ നല്ലതാണ്, പക്ഷേ ഞാൻ അവൾക്ക് പോരെന്നാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും അവളെ വിഷമിപ്പിക്കുകയാണ് എന്ന് റൻഷി വിഷമത്തോടെ പറയുന്നുണ്ട്. ശിവാഞ്ചി അപ്പോൾ ഷിയാനോട് റൻഷിയെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കപ്പിൾസ് അല്ലേ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിഷമം എന്തായാലും എന്നോട് തുറന്നു പറഞ്ഞുകൂടെ, അതിന് പകരം മനസ്സിൻ്റെ വാതിൽ അടച്ചു വെച്ചാൽ എങ്ങനെ ശരിയാകാനാണ് എന്നൊക്കെ അവൾ പറയുന്നു. ഷിയാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാധാരണ അവളെ ആശ്വസിപ്പിക്കാറുണ്ടെങ്കിലും ഇന്ന് അവൾ ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്ന കണ്ട് നിനക്കിത് എന്ത് പറ്റിയെന്ന് ശിവാഞ്ചി അവളോട് ചോദിക്കുന്നു. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മുമ്പ് വായിച്ചറിഞ്ഞ കാര്യങ്ങൾ വെച്ചായിരുന്നു ഞാൻ നിന്നെ ഉപദേശിച്ചിരുന്നത്. ഇപ്പോൾ ശരിക്കും പ്രണയത്തിലായപ്പോൾ കാര്യങ്ങൾ ഒട്ടും നിസ്സാരമല്ലാതെ എനിക്ക് മനസ്സിലായി എന്ന് ഷിയാൻ പറയുന്നു. നിനക്ക് ശരിക്കും അയാളെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ആലോചിച്ച് തലപുകയ്ക്കാതെ ധൈര്യമായി മുന്നോട്ട് പോകാൻ ശിവാഞ്ചി അപ്പോൾ അവളെ ഉപദേശിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ശിവാഞ്ചി മാനുവൽ ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫായിരുന്ന ജിന്നെ പോയി കാണുന്നുണ്ട്. റൻഷിയും മുത്തശ്ശനും തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയുകയായിരുന്നു അവളുടെ ലക്ഷ്യം. അവൾ റൻഷിയുടെ കാര്യത്തിൽ കാണിക്കുന്ന പ്രത്യേക ശ്രദ്ധ അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നുണ്ട്. റൻഷിയെ കുട്ടിക്കാലം മുതൽ ഒരുപാട് കൺട്രോൾ ചെയ്താണ് മുത്തശ്ശൻ വളർത്തിയത്. ദിവസം മുഴുവൻ അവന് പല പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായി വന്നിരുന്നു. ഒട്ടും ഫ്രീ ടൈം കിട്ടിയിരുന്നില്ല. മുത്തശ്ശൻ്റെ ബിസിനസ് അവനെ ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷേ മുത്തശ്ശൻ അടിച്ചേൽപ്പിച്ച ഈ അമിത നിയന്ത്രണം റൻഷിയുടെ മനസ്സിലെ ആകെ തകിടം മറിച്ചു. രണ്ടുപേരും പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് തുറന്നു പറയാനോ പ്രകടിപ്പിക്കാനോ രണ്ടുപേർക്കും കഴിഞ്ഞില്ല. വർഷങ്ങൾ കടന്നു പോകും തോറും ആ തെറ്റിദ്ധാരണകൾ കൂടി വന്ന ആകെ കോംപ്ലിക്കേറ്റഡായി. മുത്തശ്ശനെ ധിക്കരിച്ച് റൻഷി സ്വന്തം കമ്പനി കൂടി നടത്തുകയും ചെയ്തപ്പോൾ അത് ഒന്നുകൂടി കൂടിയതേ ഉള്ളൂ. അതാണ് അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചീഫ് അവളെ അറിയിക്കുന്നു.
അവൾ അവിടെ നിന്ന് തിരികെ എത്തിയപ്പോൾ വീടിനടുത്തായി റൻഷി ഒരു ബൊക്കയുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതും ഓൺലൈൻ കണ്ട ഐഡിയ ആണോ എന്ന് അവൾ കളിയായി ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് തിരഞ്ഞു. പെൺകുട്ടികളെ സന്തോഷിപ്പിക്കാൻ പൂക്കൾ നൽകുന്നതാണ് ഏറ്റവും നല്ല വഴി എന്നാണ് എല്ലായിടത്തും കണ്ടത്. നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പോയി കുറച്ചുകൂടി അന്വേഷിച്ച് മറ്റെന്തെങ്കിലും കണ്ടുപിടിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ശിവാഞ്ചി അവനെ പിടിച്ചു നിർത്തുന്നുണ്ട്. നീ ഇനി തിരിച്ചു വരില്ലെന്നാണ് ഞാൻ കരുതിയത് എന്ന് റൻഷി പറഞ്ഞപ്പോൾ, ഇനി ഇതുപോലെ എൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഉറപ്പായും വരില്ല. ഇനി മുതൽ എന്ത് കാര്യമുണ്ടെങ്കിലും അത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്നോട് തുറന്നു പറയണം. ട്രീറ്റ്മെൻറ്റിനിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതും പറയാൻ മടിക്കരുത് എന്നവൾ പറയുന്നു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പൂക്കൾ വാങ്ങി തരികയും വേണം എന്നവൾ പറയുന്നു. റൻഷി ചിരിച്ചുകൊണ്ട് എല്ലാം സമ്മതിക്കുന്നുണ്ട്. ശിവാഞ്ചി റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് റൻഷി അടുത്ത ദിവസം തന്നെ മാനുവൽ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം കമ്പനിയിൽ അറിയിക്കുന്നു. മീറ്റിങ്ങിന് ശിവാഞ്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം ചീഫ് ജിന്നിനെ തന്നെ റൻഷി ഏൽപ്പിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെയാണ് ആ തീരുമാനം അംഗീകരിച്ചത്. അങ്ങനെ ശിവാഞ്ചി വീണ്ടും കമ്പനിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇടയ്ക്ക് അവൾ റൻഷിയുടെ മുറിയിലെത്തി മാനുവൽ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനം അംഗീകരിച്ചതിന് അവന് താങ്ക്സ് പറയുന്നുണ്ട്. മാനുവൽ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നവൻ പറയുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി സാധിച്ചു തരാമെന്ന് പ്രോമിസ് ചെയ്യുമോ എന്ന് ശിവാഞ്ചി അപ്പോൾ അവനോട് ചോദിക്കുന്നു. എന്താണ് കാര്യമെന്ന് റൻഷി ആകാംക്ഷയോടെ ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ബർത്ത്ഡേ ആഘോഷിച്ച പൂജ എസ് കുമാറിനും സനയ്ക്കും കൊറിയൻ മലസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.